ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചിയാ സീഡിന്റെ ബെനിഫിറ്റിനെ കുറിച്ചാണ് കേട്ടോ. കാരണം എല്ലാവരും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത്. ചിയാ സീഡ് ഒരു കാര്യത്തിന് മാത്രം വേണ്ടിയിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും സ്മൂത്തീസിലും ജ്യൂസിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ചിയാ സീഡ്. പിന്നെ ചിയാ സീഡ് ആണോ ഫ്ലാക്സ് സീഡ് ആണോ എന്നുള്ളത് ചെറിയൊരു സംശയം ഉണ്ടാവും എല്ലാവർക്കും. ചിയാ സീഡും ഫ്ലാക്സ് സീഡും കസ്കസും മൂന്ന് തരത്തിലുള്ള സാധനങ്ങളാണ്. പക്ഷെ ചിയാ സീഡിനാണ് കുറച്ച് ബെനിഫിറ്റ് കൂടുതൽ എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ, നിങ്ങൾ ചിയാ സീഡ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ 1-2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കുടിക്കുന്ന വാട്ടറിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ചിയാ സീഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം, നമ്മുടെ ക്രേവിങ്സ് നമുക്ക് ഒഴിവാക്കാം. മാത്രല്ല കേട്ടോ, ചിയാ സീഡില് അയൺ ഉണ്ട്, സിങ്ക്, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, ഫോളേറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് വൈറ്റമിൻ B1, വൈറ്റമിൻ B3 ഒക്കെ റിച്ച് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒരു 1-2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുക്കുന്നതും കൊണ്ട് നമ്മുടെ ശരീരത്തിനായിക്കോട്ടെ, ഹെയറിനായിക്കോട്ടെ, ചർമ്മത്തിനായിക്കോട്ടെ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ചിയാ സീഡ് അടുപ്പിച്ച് 7 ഗ്രാം വീതം കഴിച്ചവരിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് മാക്സിമം 1-2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുക. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫൈബർ കണ്ടന്റ് ഉള്ള മറ്റുള്ള ഭക്ഷണത്തോടൊപ്പം തന്നെ ഈ ചിയാ സീഡ് എടുക്കുമ്പോൾ നമ്മുടെ വയറ് കുറച്ച് വീർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിയാ സീഡ് കൂടുതലായിട്ട് എടുക്കണം എന്നുണ്ടവര് ബാക്കി ഭക്ഷണങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചൊന്ന് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. കാരണം നമുക്ക് ഈ വയറ് വീർത്ത് വരുമ്പോഴേ നമുക്ക് ഓവറായിട്ട് ബെല്ലി ഫാറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്തിട്ട് വേണം ചിയാ സീഡ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് തലേ ദിവസം കുതിർത്ത് വെച്ചത് പിറ്റേ ദിവസം ഒരു ലെമണും അതേപോലെ തന്നെ കുറച്ച് തേനും ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുന്നതായിരിക്കും വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡെയിലി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ മാക്സിമം ചിയാ സീഡ് ആഡ് ചെയ്തിട്ട് അതങ്ങനെ നിങ്ങളുടെ വയറ്റിലേക്ക് പോകുന്ന രീതിക്ക് നിങ്ങൾ അത് ചെയ്യാം. കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ല ബലം തരും. പിന്നെ ഇതിൽ ധാരാളം പ്രോട്ടീനും ബയോട്ടിനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം നമുക്ക് ഹെയർ ഫാൾ എന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചിയാ സീഡ് നമുക്ക് ഉള്ളിലേക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ചിയാ സീഡും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിനും നല്ല രീതിയിലുള്ള ഗ്ലോ കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, കഴിക്കാൻ തന്നെയാണ് താല്പര്യം എന്ന് വെച്ചാലും നിങ്ങൾ ഇതേപോലെ തന്നെ പാലിലോ ജ്യൂസിലോ എങ്ങനെയാന്ന് വെച്ചാലും നിങ്ങളിത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഫാളിനാണെങ്കിലും നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആണ്. നിങ്ങൾ വിചാരിക്കും ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് വെറും സൗന്ദര്യ സംരക്ഷണവും വെയിറ്റ് ലോസും മാത്രമാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ സ്ഥാനാർബുദം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലുള്ള ഈ കുടലിനൊക്കെ വരുന്ന ക്യാൻസർ ഉണ്ട്, അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റാ. അപ്പൊ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നമുക്ക് ഇതിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എപ്പോഴും അമിതവണ്ണം വരുന്നത് എങ്ങനെയാ, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമ്പോഴാണ്. അപ്പൊ ഈ ഒരു ബ്ലഡ് ഷുഗർ ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാനും ഈ ഒരു ചിയാ സീഡ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പം കുടലിനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് കേട്ടോ ഹാർട്ടിന്റെ കാര്യത്തിലും. നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് പമ്പിങ് ബൂസ്റ്റ് ചെയ്യാനും ഹാർട്ടിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും ചിയാ സീഡ് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവരാണോ, നിങ്ങൾക്ക് ചിയാ സീഡ് എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ചിയാ സീഡിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് ചിയാ സീഡ് ഒരു 2 ടേബിൾ സ്പൂണ് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ കാൽഷ്യം കിട്ടുന്നതാണ്. ഇതിൽ നല്ല രീതിയിൽ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. സോ ഇനി ചിയാ സീഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾ കൂടുതൽ ചിയാ സീഡ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നത്. പിന്നെ നിങ്ങൾ ഈ ചിയാ സീഡ് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി കുതിർത്തി വെക്കുകയാണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് ഒന്നുകൂടി കൂടും. കാരണം ഇത് നല്ല രീതിയിൽ സോക്ക് ചെയ്ത് വരുമ്പോൾ ഈ ചിയാ സീഡിലുള്ള കാൽഷ്യവും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ 2 ഇരട്ടിയാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ ഒന്നും കൂടി ബെനിഫിറ്റ് കൂടുതലേ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചിയാ സീഡിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ബെനിഫിറ്റും ഞാൻ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ ഇത്
നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. ചിയാ സീഡിന്റെ എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ.